രാഷ്ട്രീയ വൃത്തങ്ങളിൽ വലിയ ചർച്ചകൾക്ക് വഴി തുറന്നിരിക്കുകയാണ് മന്ത്രി മുഹമ്മദ് റിയാസിന്റെ പുതിയ പ്രസ്താവന. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വൻ വിജയം നേടുമെന്നും അധികാരത്തിൽ തിരിച്ചെത്തുമെന്നുമുള്ള UDF ക്യാമ്പുകളുടെ അവകാശവാദത്തെ അതിശക്തമായ ഭാഷയിലാണ് അദ്ദേഹം പരിഹസിച്ചിരിക്കുന്നത്. UDFന്റെ ഈ വിജയ പ്രതീക്ഷ വെറും രാഷ്ട്രീയ തട്ടിപ്പാണെന്നും ഇതിനു പിന്നിൽ കൃത്യമായ മറ്റു ചില ലക്ഷ്യങ്ങളുണ്ടെന്നുമാണ് റിയാസ് ആരോപിക്കുന്നത്. അധികാരത്തിലെത്തിയെന്ന ഒരു വ്യാജ പ്രതീതി ജനങ്ങൾക്കിടയിലും അണികൾക്കിടയിലും ബോധപൂർവം സൃഷ്ടിക്കാനാണ് പ്രതിപക്ഷം ശ്രമിക്കുന്നത്. ഇത്തരമൊരു അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കുന്നതിലൂടെ ഫണ്ട് പിരിവ് നടത്തുകയാണ് UDFന്റെ യഥാർത്ഥ ലക്ഷ്യമെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. മെയ് 4 വരെ ഇത്തരത്തിൽ ഫണ്ട് പിരിക്കാൻ താൻ അവർക്ക് അനുവാദം നൽകുന്നുവെന്നായിരുന്നു റിയാസിന്റെ പരിഹാസം. ഏപ്രിൽ 9 മുതൽ മെയ് 4 വരെയുള്ള ഈ കാലയളവിൽ പ്രതിപക്ഷം ഭരണപക്ഷത്തെ പോലെ സംസാരിക്കുമെന്നും അത് വെറുമൊരു രാഷ്ട്രീയ നാടകം മാത്രമാണെന്നും അദ്ദേഹം ആവർത്തിച്ചു. ബേപ്പൂർ മണ്ഡലത്തിലും കോഴിക്കോട് ജില്ലയിലും ഇടതുമുന്നണി മികച്ച വിജയം കൈവരിക്കുമെന്ന ആത്മവിശ്വാസം പ്രകടിപ്പിച്ച റിയാസ് UDFും BJPയും തമ്മിലുള്ള ഏത് രാഷ്ട്രീയ ധാരണയും LDF ജനപിന്തുണയോടെ അതിജീവിക്കുമെന്നും വ്യക്തമാക്കി.